ഹായ്, നല്ല ഫ്രഷ് പച്ച കാന്താരി ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, അല്ല സോറി, പച്ചയല്ല, നല്ല മഞ്ഞ കാന്താരി ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. പച്ചയിൽ നിന്നൊരു വ്യത്യാസമായിട്ടാണല്ലോ ഈ ഒരു മഞ്ഞ കാന്താരി. അപ്പോൾ ഇതിനെ ഞാൻ സിർക്കയിൽ അങ്ങോട്ട് കയറ്റാനുള്ള പരിപാടിയാണ്. സിർക്കയിൽ മാത്രമല്ല, ഉപ്പും സിർക്കയൊക്കെ ഒഴിച്ചിട്ട്, സിർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി കേട്ടോ, നമ്മളെ ചൊർക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം തന്നെ, വിനാഗിരിയിൽ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് പിടിപ്പിക്കാൻ പോവുകയാണ്. വിനാഗിരിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെറിയൊരു ഹോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പും പുളിയൊക്കെ അങ്ങോട്ട് കയറി അങ്ങോട്ട് പിടിക്കുമല്ലോ. അപ്പോൾ വിനാഗിരി മാത്രമാണ് കേട്ടോ ഒഴിക്കണത്. വിനാഗിരിയിലാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പോൾ ഒരു മിക്ക ആൾക്കാരും വീട്ടിൽ എന്തായാലും ഇതൊക്കെ ഉണ്ടാവും, സ്റ്റോക്ക് ഇല്ലാതൊന്നും ഇരിക്കില്ല. കാന്താരി നമ്മൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് നമ്മളൊരു വീട്ടിലൊരു ഹോബിയാണല്ലോ. അപ്പോൾ അത് ഉള്ളവരാണെങ്കിൽ എന്തായാലും ചെറുക്കയിലൊക്കെ ഇതുപോലെ ഇടാണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിലേക്കും ചെറുക്ക ഒഴിച്ചിട്ട് ഉപ്പുമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കാന്താരിനെ ഇതൊക്കെ നല്ല ഹോൾസൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിനെ അങ്ങോട്ടേക്ക് ഇടേ വേണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ അങ്ങോട്ട് ഇതിപ്പോൾ ശരിക്കും ഉപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് മേലെയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് നമ്മൾ നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് വിനാഗിരിയൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ എരിവൊക്കെ അങ്ങോട്ട് കുറയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്ക് കൂടിപ്പോയെന്നൊരു സംശയം. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചോണ്ട് ഞാൻ വെച്ചൊരു 2 ദിവസം എത്തുമ്പോൾ അങ്ങോട്ട് ഒന്ന് കടിച്ചങ്ങോട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കൊതിപ്പിച്ച് അങ്ങനെ ആ ഒരു സംഭവം ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടോ. 2 ദിവസം 3 ദിവസം ഒന്നും എത്തുമ്പോൾ ഇതൊന്നെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ ആരും നിൽക്കരുത്. എന്നെപ്പോലെ പേടിയുള്ളവരല്ല, എങ്കിൽ ചിലപ്പോൾ എല്ലാവരും ഫ്രഷായിട്ടൊക്കെ പച്ച തന്നെ കടിച്ച് തിന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ചങ്കൂറ്റുള്ളവർ. പക്ഷേ എനിക്ക് വരില്ല കേട്ടതാ. അപ്പം ഞാനിതിങ്ങനെ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയട്ടെ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തൊരു സംഭവം നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ തട്ടുംപുറത്തേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഉപ്പിലിട്ടത് അവിടെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഒരു രസമാണെന്നല്ലേ. അവിടെ ഇരുന്നോട്ടെ. ഇനി എൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസങ്ങളൊന്നുമല്ല, ഒരു 2 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത്രയും ദിവസം മുന്നേ നിങ്ങൾ ആരും ആക്രാന്തം കാണിച്ചിട്ട് പിടച്ച് വാരി വായിലോട്ടൊന്നും വെച്ചേക്കരുതെന്ന് ഞാൻ ആദ്യമേ പറയും. കാരണം ഞാനത് വെച്ച് പോയതൊന്ന് റിയലായിട്ടതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ നല്ല സിർക്കൊക്കെ പിടിച്ച് നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല സ്വയംഭസായിട്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഇട്ടപാടന്നെ വായിൽ വെച്ചെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പിടിച്ചെന്നുള്ള തെളിവ് ഞാൻ കാണിച്ചതാ. കടിച്ച് ആവശ്യം തിന്നാൻ പറ്റുമോ, ഒരു എരിവും ഉണ്ടാവില്ല, സൂപ്പർ സാധനമാണ്. ഇനി പരിപ്പ് കറിയും ചോറും ഈ ഒരു കാന്താരിയും കൂടി ഉണ്ടെങ്കിൽ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? അപ്പം എന്തായാലും നോക്കി കണ്ടൊക്കെ ചെയ്താൽ മതി. കുറേ ദിവസം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, എന്തായാലും ഒരാഴ്ചയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പോൾ നല്ല തേങ്ങാ ചമ്മന്തി, നല്ലൊരു അയിലക്കറിയും, പരിപ്പറി കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് അയിലക്കറിയും അതിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടച്ചിട്ട് അങ്ങോട്ട് തിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. സത്യമാണ്. ഈ ഒരു കാന്താരി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചൊവ അതിനകത്ത് ആ ചോറിലങ്ങാടും ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ തന്നെ കാന്താരി കിട്ടിയാലും ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ചെയ്യുമെന്നറിയാം. ഇനി അഥവാ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തൊക്കെ നോക്കണം. സൂപ്പറാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.